ഹലോ, ഇന്ന് ഉള്ള മുടി എങ്ങനെ പോവാണ്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞതാട്ടോ. ഇതിനേക്കാളും നല്ല ഉള്ളുണ്ടായിരുന്ന മുടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളു പോയിട്ടുണ്ട്. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അടിച്ച് ഫുഡ് നേരെ കഴിക്കാതെയായി. പിന്നെ രാത്രിക്കത്തെ ഉറക്കം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് എൻ്റെ മുടി കുറച്ചധികം ഊരിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എങ്ങനെ എൻ്റെ മുടി കെയർ ചെയ്യണമെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്നും രാത്രി കിടക്കാൻ നേരത്ത് മുടി മെടഞ്ഞിട്ടിട്ടാണ് കിടക്കാറ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് മുടിയൊക്കെ നമ്മളിങ്ങനെ കോതി വൃത്തിയാക്കി, മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ മുടി ഇങ്ങനെ കോതാൻ വേണ്ടിയിട്ട്, കോതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചീകണതിന് പകരം അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ചീപ്പ് യൂസ് ചെയ്തോ, പക്ഷേ ഒരു കുഞ്ഞ് പല്ലുള്ള ചീപ്പില്ലേ, അത് യൂസ് ചെയ്യാതിരിക്കുക. മെയിനായിട്ട് ഇത്രയും വലിയ പല്ലുള്ള ഒരു കോമ്പൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഞാൻ മുടിയൊക്കെ നന്നായി ചീകി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ കേട്ടോ, അമ്മ ഇവിടെ വെളിച്ചെണ്ണ കാച്ചി വെച്ചിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ നോർമലി ഏതെങ്കിലും വെളിച്ചെണ്ണ, സാധാ വെളിച്ചെണ്ണയൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഞാൻ തേക്കാറ് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അത് കാച്ചി വന്ന വെളിച്ചെണ്ണയാണല്ലോ, അത് കാരണം കൊണ്ടിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒന്നും കൂടെ ഒന്നും ചൂടാക്കാത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കുക, സ്കാൽപ്പിൽ നന്നായിട്ട് തേക്കുക. അത് കഴിഞ്ഞിട്ട് ഒരിത്തിരി നേരം മസാജ് ചെയ്യുക. കല്യാണം കഴിയാത്ത കുട്ടികളൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അവരമ്മമാരുടെ അടുത്ത് മസാജ് ചെയ്ത് തരാൻ പറയാം. കാരണം ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് എൻ്റെ അമ്മേനെയാണ്. ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും എനിക്ക് എൻ്റെ അമ്മേനെ നന്നായിട്ട് മിസ് ചെയ്യാറുണ്ട്. മുന്നൊക്കെ എൻ്റെ അമ്മ മുടി തലയിൽ വെളിച്ചെണ്ണ തേച്ച് തരാമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവിടുന്ന് എങ്ങനെയും ഒഴുകി മാറാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അമ്മേനെ ഡിപ്പെൻഡ് ചെയ്യാന്നല്ല കേട്ടോ പറയണത്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് മാറി നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യാറുണ്ട്. എനിക്ക് എൻ്റെ അമ്മേനെ നന്നായിട്ട് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു 20 മിനിറ്റ് നേരമൊക്കെ ഇരുന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നേക്കണേ. അത് കഴിഞ്ഞിട്ട് ഒരു തരി ഒരുക്കിയിട്ടൊക്കെ ഇട്ടിട്ടൊന്ന് കണ്ണെഴുതി ഒരു തരി കുറിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നന്നായിട്ട് തല തോർത്തി കൊടുക്കുക. എനിക്ക് കുറച്ച് നീട്ടമുള്ള മുടി ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് മുടി ഉണങ്ങി കിട്ടില്ല. പിന്നെ നമ്മളെ മുടി നമ്മളിങ്ങനെ ചില ആൾക്കാരിങ്ങനെ തല്ലി കോതിയിട്ടൊക്കെ ഉണക്കണ കണ്ടിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മുടി പൊട്ടിപ്പോവാൻ ചാൻസ് 100% കൂടുതലാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ ഒപ്പി കൊടുക്കണമായിരിക്കും നല്ലത്. അപ്പോൾ നന്നായിട്ട് മുടി ഒന്ന് തോർത്തി കൊടുത്തിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മുടിയുടെ കോല ഇതാട്ടോ. ഞാൻ ശരിക്കും മുടി ഉണങ്ങിയിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം കൈകൊണ്ട് തന്നെ കോതി നമ്മൾ ജട കളയാൻ നോക്കുക. ചീർപ്പ് അധികം യൂസ് ചെയ്യരുത്. നനഞ്ഞ മുടിയിൽ ഒട്ടും ചീർപ്പ് യൂസ് ചെയ്യണ്ട. കൈ വെച്ചിട്ട് തന്നെ കൂടുതൽ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മുടി കെയർ ചെയ്യണത്. ഇനിയും കുറേ ടിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് സിന്ദൂരം തൊട്ടില്ലല്ലോ എന്ന്. സിന്ദൂരം ഒക്കെ പണ്ട് നമ്മളിങ്ങനെ ഒളിച്ചും പാത്തൊക്കെ ഇട്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നത്തെ പൊടി തട്ടിയെടുത്തിട്ടാണ് ഞാനിപ്പോൾ സിന്ദൂരം തൊടണേ. മുന്നേ എന്നൊക്കെ പറയുമ്പോൾ അമ്മയും അച്ഛനൊക്കെ കാണാണ്ടൊക്കെ ഒരു തരിയൊക്കെ തൊട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ട് മുന്നേ ഞാൻ പ്രേമിച്ചിറങ്ങുന്ന സമയത്തൊക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ട് അല്ലേച്ചെങ്കിൽ ഇനി ഇതേപോലത്തെ നിങ്ങൾക്ക് വല്ല ഹെയറിൻ്റെ വല്ല ടിപ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, അതേപോലെ ഞാൻ ഇട്ട് തരാം. ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് കൂടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ കുറേ ടിപ്പുകളൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണാമല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.